വിവരങ്ങളുമായി കോതമംഗലത്ത് നിന്നും എൽദോസ് ചേരുന്നുണ്ട്. എൽദോസ്, എന്തായാലും ഇപ്പോൾ ആനയെ കരക്ക് കയറ്റാനുള്ള ശ്രമം തുടരുകയാണോ? നിലവിൽ ഈ നാട്ടുകാർ പ്രതിഷേധം നടത്തുന്നുണ്ട്. എന്താണ് പ്രധാനമായും നാട്ടുകാർ ഈ പ്രതിഷേധമായി ഉയർത്തുന്നത്? ഇത് നിരന്തരമായിട്ട് ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യമുണ്ട്. ഇതിപ്പോ കൂപ്പാറ, കുട്ടുമ്പുഴ കൂപ്പാറ, തട്ടായത്ത് ബഷീർ എന്ന് പറയുന്ന ആളുടെ റബ്ബർ തോട്ടത്തിലാണ് ഇപ്പൊ ഈ ആന വന്ന ഒരു വേസ്റ്റ് കുഴിയാണ്, കുഴിയിൽ വീണത്. അപ്പൊ ഈ പ്രദേശത്ത് ഈ ആന, ഈ കാണുന്ന ഇപ്പൊ കുഴിയിൽ കിടക്കുന്ന ആന നിരന്തരമായി ഈ പ്രദേശത്ത് ഈ ആളുകൾക്കും നിരന്തരമായ ശല്യം ഉണ്ടാക്കുന്ന ഒരു ആന കൂടിയാണ്. അപ്പൊ അവർക്ക് ആളുകളുടെ സ്വൈര്യ ജീവിതത്തിന് ഏറ്റവും ഉപദ്രവകാരിയാണ് ഈ ആന. അപ്പൊ ഈ ആനയുടെ തുമ്പക്കൈ ഒരു മുറിഞ്ഞ രീതിയിലാണ് അതിന്റെ ഒരു ചെറിയ ഭാഗം. അത് നേരത്തെ അതിന് കാട്ടിൽ തീറ്റ തേടി അതിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നാട്ടിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ നാട്ടിലേക്ക് ഇറങ്ങി മുന്നോട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് അധികാരികളെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതാണ്. പക്ഷെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഈ പ്രദേശത്ത് ഫെൻസിങ് കുറെ ഭാഗം കൂടെയും ഒരു 3.5 കിലോമീറ്ററോടെ ഫെൻസിങ് പൂർത്തീകരിക്കാനുണ്ട്. ബാക്കി ഭാഗങ്ങളിൽ ഫെൻസിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഫെൻസിങ് ഇല്ലാത്തൊരു സാഹചര്യം കൂടി ആകുമ്പോൾ ആനയ്ക്ക് കൂടുതലായി നാട്ടിലേക്ക് പ്രവേശിക്കാനും രാവിലെ ജോലിക്ക് പോകുന്നതും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉൾപ്പെടെ വൈകിട്ട് വരുന്നവർക്കൊക്കെ ഇതൊരു പേടി സ്വപ്നമായിട്ട് നിൽക്കുക. നാട്ടുകാരിവിടെ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളോട് ആവശ്യപ്പെടുന്നത് ഈ ആനയെ എന്ത് ചെയ്യണം, ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകണം. നമ്മളിപ്പോ ഈ താൽക്കാലികമായിട്ട് ഈ ആനയെ നമ്മൾ ഇവിടുന്ന് കയറ്റി വീണ്ടും വനത്തിലേക്ക് വിട്ടാൽ അത് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ വീണ്ടും നമ്മൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരും. അതൊരു സംശയവും വേണ്ട. അപ്പൊ ആ രീതിയിലുള്ള താൽക്കാലിക ഒരു മാറ്റൽ അല്ല നമ്മൾ ഉദ്ദേശിക്കുക. ശാശ്വതമായിട്ട് നിരന്തരം നമുക്ക് ഭാവിയിലേക്ക് ഒരു പരിഹാരം ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. അതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഏറ്റവും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യായമായ ഒരു ആവശ്യം കൂടിയാണ്. നമുക്ക് ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ കഴിയണം. ഈ ആന കൊണ്ട് കർഷകന്റെ കൃഷി നശിക്കുന്നു. മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് ഭയം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പല ആളുകളും, ഈ പരിസരത്ത് താമസിക്കുന്ന പല ആളുകളും വീടുകൾ വഴി ഉപേക്ഷിച്ച് പല സ്ഥലത്തേക്ക് വാടകയ്ക്കൊക്കെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എൽദോസ്, എന്തായാലും ഈ ഇത്തരത്തിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇത്രത്തോളം പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് സ്വീകരിക്കുക? അതായത് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നതുകൊണ്ട് നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ അധികൃതർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഉൾപ്പെടെ DFO ഇവിടെ എത്തിയിട്ടുണ്ട്. DFO ഉൾപ്പെടെ പറയുന്നത് ഇവിടെ ഒരു RRTയെ നിയമിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശത്തുള്ള താൽക്കാലികമായിട്ടുള്ള ആളുകളെ വാച്ചർമാരായി വെക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റേ റബ്ബർ ബുള്ളറ്റ് ഉൾപ്പെടെയുള്ള തോക്ക് ഇന്ന് തന്നെ എത്തിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നിരന്തരമായി നമ്മളോട്, ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ നിരന്തരമായി നമ്മളോട് പറയുന്ന ആ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും പറയുക. അതിന്റെ അപ്പുറത്തേക്ക് ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്ത് നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് അതല്ല ആവശ്യം. ഇതിന്റെ ഒരു ശല്യം, ഇപ്പോൾ നിലവിൽ ഈ കുഴിയിൽ കിടക്കുന്ന ആനയുടെ ശല്യം പൂർണ്ണമായി നാടുകളിലേക്ക് ഉണ്ടാകാതിരിക്കുക വിധമുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് നമ്മൾ ഫോറസ്റ്റ് അധികാരികളോട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ശരി, വ്യക്തമാണ്. എന്തായാലും വലിയൊരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമാണെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. എന്തായാലും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമമൊക്കെ തുടരുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചൊക്കെയാണ് ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുന്നത്. ഇപ്പോൾ പുലർച്ചെ 5:30 ആന കിണറ്റിൽ വീണിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് കോതമംഗലത്തു നിന്നും എൽദോസാണ്.